തലവേദന മൈഗ്രെയിൻ ആണെന്ന് കരുതി സ്വയം ചികിത്സിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചില ആൾക്കാര് ഇടവിട്ടോ റിപ്പീറ്റഡ് ആയോ തലവേദന വരുമ്പോ പെയിൻ കില്ലർ, തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും മെഡിസിൻ, ഹോം റെമഡീസ്, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും പരീക്ഷിച്ച് നോക്കും. ഇതിലൊന്നും റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് ട്രീറ്റ്മെന്റ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. ഇങ്ങനെ സ്വയം ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തലവേദന മൈഗ്രെയിനിന്റെ ഒരു സിംറ്റം മാത്രമാണ്. പല രോഗങ്ങളിലും തലവേദന കാണാം. അതുപോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിലും തലവേദന വരുന്ന സിമിലർ ആയ കണ്ടീഷൻസ് അവർക്കുണ്ടാവാം. ശരിയായ ഡയഗ്നോസിസ് ഇത്തരം കേസുകളിൽ ആവശ്യമാണ്. കറക്റ്റായി ഡയഗ്നോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ കഴിക്കുന്ന മെഡിസിൻസും ഇഫക്റ്റീവ് ആവില്ല. മറ്റൊന്ന് സൈനസൈറ്റിസ്, മൈഗ്രെയിനുമായി വളരെയധികം സിമിലർ ആയ കണ്ടീഷനാണ്. അതുപോലെ ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, തലയിൽ വരുന്ന ഇൻഫെക്ഷൻ, ബ്രെയിനിലെ ബ്ലഡ് വെസൽസിന് വരുന്ന പത്തോളജിക്കൽ കണ്ടീഷൻ, ഇതിലൊക്കെയും തലവേദന വരാം. ശരിയായി ഇത് കണ്ടെത്തി മാനേജ് ചെയ്യാതെ വന്നാൽ അതിന്റെ കോംപ്ലിക്കേഷൻസും അവരിൽ ഡെവലപ്പ് ചെയ്യാം. ഇനി മൈഗ്രെയിൻ ആണെങ്കിലും തലവേദനയുടെ പ്രസന്റേഷൻ, ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഒപ്പം ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ, പല അസുഖങ്ങളും മൈഗ്രെയിനുമായി കോറിലേറ്റ് ചെയ്ത് വരാം. ഇതൊന്നും എല്ലാവരിലും ഒരുപോലെ ആവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ചികിത്സയും വ്യത്യസ്തമായിരിക്കും. സോ തലവേദന കൂടുതലായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മൈഗ്രെയിൻ ആണെന്ന് സ്വയം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തുക, അതിനുവേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.